ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിൻ്റെ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചസിനെ പറ്റിയാണ്. അതായത് PR അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കോറിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റത്തെ പറ്റിയാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിൽ ന്യൂസിലാൻഡിൻ്റെ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിൻ്റർ സീസൺ തുടങ്ങിയതോടുകൂടി തന്നെ ഫാമിലി എല്ലാവരും സിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച രീതിയിലെ വീഡിയോസൊന്നും അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിൻ്റെ സൈറ്റിൽ വന്ന അപ്ഡേറ്റിനെ പറ്റി പറയാം. നമുക്ക് PR അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള OET സ്കോറിൽ ഒരു ചേഞ്ചസ് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് കുറേ പേർക്കൊക്കെ ഒരു ആശ്വാസമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നമുക്കറിയാം ന്യൂസിലാൻഡിലേക്കുള്ള നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ സ്കോർ എന്ന് പറയുന്നത് ലിസണിങ്, റീഡിങ്, അതുപോലെ സ്പീക്കിങ്ങിന് Bയും അതുപോലെ റൈറ്റിങ്ങിന് C+ ആയിരുന്നു. ക്ലബിംഗ് സ്കോറോടുകൂടിയാണ്. അത് ഇപ്പോഴും സെയിം തന്നെയാണ്. എന്നാൽ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ B, അതായത് ഓരോ മൊഡ്യൂളിനും B ഗ്രേഡ് തന്നെ, OETക്ക് B ഗ്രേഡ് തന്നെ വേണമായിരുന്നു റെസിഡൻസി കിട്ടാനായിട്ട് ഒരു പീരീഡിൽ. എന്നാൽ ആ ഒരു കാര്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ നമുക്ക് C+, അതായത് പ്രൈമറി ആപ്ലിക്കൻറ്റിന് C+ ഓർ എബോവ് ആണ് OET ഗ്രേഡ് എങ്കിൽ നമുക്ക് റെസിഡൻസിക്ക് കൊടുക്കാം എന്നാണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിൻ്റെ സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു പുതിയ മാറ്റം. അതായത് C+ ഓർ എബോവ് ഏത് മൊഡ്യൂൾ വേണമെങ്കിലും മൊഡ്യൂളിലാണെങ്കിലും കൊടുക്കാം എന്നവർ പറഞ്ഞിരിക്കുന്നു. എങ്കിലും നമുക്ക് നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് C+ അവർ പറഞ്ഞിരിക്കുന്നത് റൈറ്റിംഗ് ആണ്. അപ്പം അതിൻ്റെ ഒരു ഓവറോൾ മീനിങ് എന്ന് വെച്ചാൽ റൈറ്റിംഗ് C+ ഉള്ളവർക്കും ഇപ്പം PRന് വേണ്ടി, റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അത് അക്സെപ്റ്റഡ് ആണ് എന്നാണ് സൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇത് പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ കാര്യത്തിലാണ് C+ ഓർ എബോവ് ഓരോ മൊഡ്യൂളിനും ആക്സെപ്റ്റഡ് ആണ് റെസിഡൻസിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നമുക്കറിയാം ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ എബോവ് 16 ഇയേഴ്സ് ഉണ്ടെങ്കിൽ അവരും ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി ആ ഒരു സ്കോറ് നേടിയിരിക്കണം. അപ്പോൾ ഡിപ്പെൻഡൻസിനുള്ള സ്കോർ എന്ന് പറയുന്നത് OET ആണെങ്കിൽ ഗ്രേഡ് C ഓർ ഹയർ ഇൻ ഓൾ ദി 4 മൊഡ്യൂൾസ്. അത് ഗ്രേഡ് C ആണ് ഡിപ്പെൻഡൻറ്റ്. പ്രൈമറി ആപ്ലിക്കൻറ്റിന് C+ ആൻഡ് എബോവ് ഓൾ മൊഡ്യൂൾസ്. അതുപോലെ നമ്മളിപ്പോൾ PT ആണ് അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ പ്രൈമറി ആപ്ലിക്കൻറ്റിന്, അതായത് റെസിഡൻസിക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, റെസിഡൻസിക്ക് പ്രൈമറി ആപ്ലിക്കൻറ്റിന് PTEയുടെ സ്കോർ 58ഉം അതുപോലെ ഡിപ്പെൻഡൻറ്റ് സ്കോർ വരുന്നത് 36 ആണ്. ഇനി IELTS ആണ് എഴുതുന്നെങ്കിൽ IELTSൻ്റെ പ്രൈമറി ആപ്ലിക്കൻറ്റ് സ്കോർ വരുന്നത് 6.5 ആണ് ഓവറോൾ സ്കോർ എന്ന് പറയുന്നത്. അതുപോലെ ഡിപ്പെൻഡൻറ്റിനാണെങ്കിൽ 5 ആണ് IELTS സ്കോർ ഓവറോൾ സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിൻ്റെ സൈറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു നല്ല ചേഞ്ചാണ്. കാരണം അത് കുറേ പേർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ക്ലബിംഗ് സ്കോറായിട്ട് റൈറ്റിംഗ് C+ ആയിട്ട് വന്നിട്ടുള്ള കുറേ പേർക്കൊക്കെ ആശ്വാസകരമായൊരു ന്യൂസാണ്. അതായത് C+ മതി ഇനി റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനെന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് വീണ്ടും റെസിഡൻസി അപ്ലൈ ചെയ്യേണ്ട ടൈമിൽ വീണ്ടും OET എഴുതി വീണ്ടും B സ്കോറിലോട്ടോ അല്ലെങ്കിൽ വീണ്ടും PTA അവർക്ക് എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു C+ൽ വന്നവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഇതൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിനെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് അവരത് പറഞ്ഞിരിക്കുന്ന കാര്യം USA, UK, അയർലൻഡ്, സിംഗപ്പൂർ, അതുപോലെ തന്നെ കാനഡ, ഈ കൺട്രിയിൽ നിന്നൊക്കെ മുമ്പ് ന്യൂസിലാൻഡിലേക്ക് വരാനായിട്ട് അവർക്ക് ക്യാമ്പ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ്. അവർക്ക് അതായത് ഈ പറഞ്ഞ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇനി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്ത് ന്യൂസിലാൻഡിലോട്ട് വരാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് ചെയ്യാൻ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കുന്നവരുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാനാണെങ്കിൽ കൂടിയും അവർക്ക് OSCE എന്ന ആ ഒരു പാത്വേ, ക്യാപ്പ് അല്ലെങ്കിൽ OSCE ആ ഒരു പാത്വേയിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് ആണ് നഴ്സിംഗ് കൗൺസിലിൽ പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതിന് അവർ ഒരു അസസ്മെൻറ്റ് ടൂള് എന്ന് പറഞ്ഞൊരു
ടാബ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അസസ്മെൻറ്റ് ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് നമ്മൾ ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഈ പറഞ്ഞ കൺട്രീസിൽ നിന്നുള്ള നഴ്സസ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കാൻ താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിലവർ ചോദിച്ചിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ നേഴ്സിംഗ് പ്രാക്ടീസ് നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്തത് ഇന്ന കൺട്രിയിലാണോ എന്നല്ല അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേഴ്സിംഗ് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന നഴ്സിംഗ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കൺട്രിയിൽ നിന്നൊക്കെയാണോ എങ്കിൽ നമ്മൾ ക്യാപ് പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് പഴയ രീതിയിൽ തന്നെ രജിസ്ട്രേഷൻ കിട്ടുന്നതായിരിക്കും. എന്നാൽ അങ്ങനെയല്ല, ഇന്ത്യയിൽ നിന്ന് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന കൺട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാപ് പ്രോഗ്രാം അല്ലെങ്കിൽ ഓസ്കിയിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം പറയുന്നത്. അപ്പോൾ ആ ചേഞ്ച് വന്നിരിക്കുന്നത്, അപ്പോൾ ഈ ചേഞ്ചസ് വന്നിരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 1 ജൂലൈ 2024 മുതലാണ് ഈ മാറ്റം വരുന്നത്. 1 ജൂലൈ 2024 മുമ്പ് CGFNS ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തവർക്ക് പഴയ രീതിയിൽ തന്നെയായിരിക്കും പ്രോസസ്സിങ്. എന്നാൽ അതിന് ശേഷം ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കൺട്രീസിലുള്ള നേഴ്സസ് അവർക്കും ക്യാപ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓസ്കി കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ എന്നതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഈ പറഞ്ഞിരിക്കുന്ന കൺട്രീസിലുള്ള നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ന്യൂസിലാൻഡ് ത്രൂ ഓസ്ട്രേലിയക്ക് പ്രോസസ്സിങ് ചെയ്യുന്നവർക്ക് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ പ്രോസസ്സാണ് അവർ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, വേക്കൻസീസിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം ഞാൻ വന്നിട്ടിപ്പോൾ ഒരു ലാസ്റ്റ് ഒക്ടോബറിലാണ് ഞാൻ ക്യാപ് കോഴ്സിന് വന്നത്. ആ സമയം മുതൽ ഈ ഒരു നഴ്സിംഗ് വേക്കൻസീസിന്, അതായത് ജോബ് കിട്ടാനായിട്ട് നല്ല ഡിഫിക്കൽറ്റി ആയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ജോബ് കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അത്ര ഈസി എന്നല്ല, കുറച്ച് നല്ല ടഫായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം എൻ്റെ ബാച്ചിൽ തന്നെ എല്ലാവർക്കും ഇവിടെ ജോലി കിട്ടിയിട്ടില്ല. അപ്പം അതായത്
ഭൂരിഭാഗം ആൾക്കാർക്ക് എൻ്റെ ബാച്ചിൽ ഇവിടെ തന്നെ ന്യൂസിലാൻഡിൽ തന്നെ ജോലി കിട്ടി. എന്നാൽ കുറച്ച് പേരൊക്കെ വിസ കഴിഞ്ഞിട്ടും, അതായത് 6 മന്ത് ആയിട്ടും ജോബ് കിട്ടാതെ ഓസ്ട്രേലിയക്ക് പ്രോസസ്സിങ് ചെയ്ത് അങ്ങനെ പോയവരും ഉണ്ട് എൻ്റെ ബാച്ചിൽ തന്നെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് അറിയാവുന്ന കുട്ടികളോടൊക്കെ, പുതുതായിട്ട് വരുന്ന കുട്ടികളോടൊക്കെ അന്വേഷിക്കുമ്പോഴും അവർക്ക് ന്യൂസിലാൻഡിൽ അല്ല, അവർക്ക് ഓസ്ട്രേലിയയിലാണ് കൂടുതലും ജോബ് കിട്ടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ജോബ് കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഈ ഒരു അവസ്ഥയിൽ. ഈ ഒരു സിറ്റുവേഷന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം ന്യൂസിലാൻഡിൽ വന്ന് ഇവിടെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏകദേശം ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലായി കാണും. നിങ്ങൾ അഫ്ര രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അത് ചെയ്ത് ആ രീതിയിൽ ആ വഴിക്ക് പ്രോസസ്സിങ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ ജോലി കിട്ടുന്നില്ലെങ്കിൽ നെക്സ്റ്റ് നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഫ്ര രജിസ്ട്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയയ്ക്കുള്ള പ്രോസസ്സിങ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇനി ന്യൂസിലാൻഡിലേക്ക് വരാനായിട്ടിരിക്കുന്നവരും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ജോബ് കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ക്യാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്യാപ്പ് ലോസ്ക് ചെയ്ത് തിരിച്ചു പോയി വീണ്ടും നിങ്ങൾക്ക് ജോബ് കിട്ടുമ്പോൾ വരിക, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ ആ രീതിയിലുള്ള പ്രോസസ്സിങ് ചെയ്യുക എന്നതായിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.